ഹലോ, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? സുഖമല്ലേ? അപ്പോൾ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എവിടെയാണ് നിർത്തിയത് അവിടെ തന്നെയാണ് വീണ്ടും തുടങ്ങുന്നത്. നമ്മൾ തുകകൾ അല്ലെങ്കിൽ അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ സമാന്തര ശ്രേണിയുടെ തുകയാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അതിൽ കഴിഞ്ഞ ക്ലാസ് നമ്മൾ പഠിച്ചു ഓഡ് നമ്പറുകൾ, നമ്പർ ഓഫ് ടൈംസ് ഓഡ് ആണെങ്കിൽ, ഒറ്റ സംഖ്യയാണെങ്കിൽ എന്നുള്ള രീതിയാണ് പഠിച്ചത്. ഒറ്റ സംഖ്യ ഉണ്ടെങ്കിൽ അവിടെ ആരും കൂടിയുണ്ട്, ഇരട്ട സംഖ്യ കൊണ്ട് ഈവൻ നമ്പേഴ്സും കൂടിയുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കുന്നത് എന്താണ്? ഇഫ് നമ്പർ ഓഫ് ടൈംസ് ഈസ് ഈവൻ, ഇരട്ട പദങ്ങളുടെ എണ്ണം ഇരട്ട സംഖ്യ ആയിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാമെന്നുള്ളതാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. ഓഡ് നമ്പർ വരുന്ന സമയത്ത് മിഡിൽ ടേം ഉപയോഗിച്ചായിരുന്നു നമ്മൾ പയറ്റിയത് അല്ലേ? അപ്പോൾ ഈവൻ നമ്പേഴ്സ് ഇരട്ട സംഖ്യ ആയിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ഓക്കെ, അതൊരു ടെക്സ്റ്റ് ബുക്കിലൊരു കോൺസെപ്റ്റാണ്. നമുക്ക് അതേ കാര്യം തന്നെ നമുക്കൊരു ചെറിയ ഇക്വേഷൻ വൈസിലേക്കും കൂടി കൊണ്ടുവരാൻ വേണ്ടി നോക്കാം. കാരണം നമുക്ക് ചെയ്യുമ്പോൾ കൺഫ്യൂഷനുകൾ അതിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി സാധിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം, ഒരു ചോദ്യം നോക്കാം. ചോദ്യം എഴുതിയിട്ട് നമുക്ക് അതിലേക്ക് വരാം. ഓക്കെ, ഇതായിക്കോട്ടെ. 2, 4, 6, 8. ഓക്കെ, നിങ്ങൾക്ക് കൂട്ടാനും കുറയ്ക്കാനൊക്കെ എളുപ്പമുള്ള സംഖ്യ ആയതുകൊണ്ടാണ് ചെറിയ നമ്പർ തന്നത് കേട്ടോ. നമുക്കിവനെ ഒന്ന് കൂട്ടി നോക്കിയാലോ. 2 + 4 + 6 + 8 എത്രയാ? എത്ര നമ്പറുകളുണ്ട്? 2, 4, 6, 8. 4 സംഖ്യകളാണ് തന്നേക്കുന്നത്. 2, 4, 6. 6, 6, 12, 8, 20 എന്ന് കിട്ടി കേട്ടോ. ഓക്കെ, ഇതേ സാധനം തന്നെ തരാം വീണ്ടും. 2 + 4 + 6 + 8 + 10 + 12. എത്ര ടൈം വന്നു? 1, 2, 3, 4, 5, 6 ടൈം തന്നു. 6 ടൈം വന്നു. കൂട്ടി നോക്കിയേ. 6, 4, 2, 4, 6, 6, 12, 8, 20, 10, 30 അല്ലേ? 30, 10, 40, 2, 42. ശരിയാണോ നോക്കി? ശരിയാണോ നോക്കി? 4, 2, 6, 6, 6, 6, 12, 8, 20, 10, 30, 10, 40, 2, 42. ശരി, അവിടെ നിൽക്കട്ടെ. നമുക്ക് ഒരു സീക്വൻസും കൂടി എഴുതി നോക്കാം. എഴുതാം. 3, 2, 5 എന്ന് എഴുതാം. 3 + 3, 2, 5, 2, 7, 2, 9, 2, 9, 2, 11, 2, 13, 2, 15. എത്ര എണ്ണാടാ? കുറേ ആയോ? 1, 2, 3, 4, 5. 1, 2, 3, 4, 5, 6. 6 നിർത്താം. നമുക്ക് 15 വേണ്ട, നമുക്ക് 6 നിർത്താം. അല്ല, തൊട്ടുമേളിൽ നമ്മൾ 6 എഴുതിയല്ലേ? കിടക്കട്ടെ, 6 മതി. നമുക്ക് ഇവനെ ഒന്ന് കൂട്ടി നോക്കാം. കൂട്ടി നോക്കിക്കഴിഞ്ഞാൽ എന്ത് കിട്ടും? 3 + 5 + 7 + 9 + 11 + 13. കൂട്ടി നോക്ക്, എത്രയാണ് ഉത്തരം കിട്ടുക എന്ന് നോക്കിയേ. എത്രയാണ് ഉത്തരം കിട്ടുക? 3, 5, 7. 3, 5, 8. 8, 7, 15. 15, 9 എത്രയാണ്? 24. 24, 10, 34. 1, 35. 10, 45. 3, 48 എന്ന് കിട്ടി. 48 എന്ന് കിട്ടി. ശരി, ഇനി ഒരു കേസ് നോക്കാം. ഞാനീ പറയുന്ന കാര്യം ഒന്ന് ശ്രദ്ധിച്ച് നോക്കണം. 4 ടേമുകളുടെ തുക നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. 2, 4, 6, 8 എഴുതി വെച്ചായിരുന്നു. ഇതൊന്ന് കൂട്ടാവോ? ഞാൻ ഇവൻ എന്ത് ചെയ്യാൻ പോവാണ്? ജോഡികളാക്കാൻ പോവാണ്. ദാറ്റ് മീൻസ് ഞാൻ പെയർ ചെയ്യാൻ വേണ്ടി പോവാണ്. ഞാൻ 2ഉം 8ഉം പെയർ ചെയ്തു, ജോഡികളാക്കി. ഈ 2 പേരെ എങ്ങനെയാണ് ഞാൻ ജോഡികളാക്കിയേ? ആദ്യത്തെ സംഖ്യയും അവസാനത്തെ സംഖ്യയും തമ്മിലാണ് ഞാൻ ജോഡികളാക്കിയത്. അപ്പോൾ 2ഉം 8ഉം കൂട്ടിയപ്പോൾ എനിക്ക് എത്ര കിട്ടി? 2ഉം 8ഉം കൂട്ടിയപ്പോൾ എനിക്ക് എത്ര കിട്ടി? 10 എന്ന് കിട്ടി. ശരിയല്ലേ? ഇനി അടുത്ത ഞാൻ പെയറാക്കാണ്. തൊട്ടിപ്പുറത്തെ സംഖ്യയും ബേക്കിൽ നിന്ന് തൊട്ടിപ്പുറത്തെ സംഖ്യയും, അതും 4ഉം 6ഉം ഞാൻ പെയർ ചെയ്തു. എനിക്ക് എത്ര കിട്ടി? 10 എന്ന് കിട്ടി. കിട്ടിയോ? ഓക്കെ, അങ്ങനെ ഞാൻ പെയർ ചെയ്തപ്പോൾ എനിക്ക് 2 പെയറുകളാണ് കിട്ടിയത് അല്ലേ? ജോഡി ആയി കഴിഞ്ഞപ്പോൾ എനിക്ക് 2 ജോഡികൾ കിട്ടി. 2 × ഒരു ജോഡിയുടെ തുക, സം ഓഫ് 1 പെയർ. ഒരു പെയറിൻ്റെ ഒരു ജോഡിയുടെ തുക എത്രയായിരുന്നു? 10. 2 × 10 എത്രയാണ്? 20 അല്ലേ? ഈ ആൻസർ കിട്ടിയോ? കിട്ടിയില്ലേ? നേരത്തെ നമ്മൾ കണ്ടുപിടിച്ച് 20 എന്ന് കിട്ടിയില്ലേ? കിട്ടിയോ? ഇനി ഈ സാധനം ഇനിയും വർക്കാവുമെന്ന് നമുക്ക് നോക്കാം. ഞാൻ വേറെ ജോഡിയാക്കുകയാണേ. 2ഉം 12ഉം ഞാൻ ജോഡിയാക്കി. എത്ര കിട്ടി? 14 എന്ന് കിട്ടും അല്ലേ? 12ഉം 2ഉം 14. ഞാൻ വീണ്ടും ജോഡിയാക്കുകയാണേ. 4ഉം 10ഉം ഞാൻ ജോഡിയാക്കി.
10 4 14. നോക്കിയേ, കിട്ടുന്ന ജോഡികളുടെ തുക പെയറിൻ്റെ സമ്മ് സെയിം തന്നെയാണ് കേട്ടോ. ഇനി നോക്കിയേ, 6ഉം 8ഉം ഞാൻ കൂട്ടി. 6ഉം 8ഉം അതും എത്ര തന്നെയാണ് അല്ലേ? നടുക്കത്തെ 2 സംഖ്യകൾ കൂട്ടിയാൽ അത് നമുക്ക് എന്ത് തന്നെ കിട്ടി? 14 തന്നെ കിട്ടിയോ? അപ്പോൾ ഞാൻ എത്ര ജോഡികളുണ്ടായാലും എനിക്ക് പ്രശ്നമല്ല. ഞാൻ കൂട്ടുമ്പോൾ എനിക്ക് കിട്ടുന്ന ഉത്തരം എന്തായിരിക്കും? ഒരു പെയറിൻ്റെ സമ്മ്, ഒരു ജോഡിയുടെ തുക എപ്പോഴും സെയിം ആണ്. നോക്കിയേ, എത്ര പെയർ ഉണ്ടായിരുന്നു? 3 പെയറുകൾ ഉണ്ടായിരുന്നു അല്ലേ? ആണോ? 3 പെയർ ഉണ്ടായിരുന്നു. അപ്പോൾ 3 ഇൻറ്റു ഒരു പെയറിൻ്റെ സം ഓഫ് 1 പെയർ, ഒരു ജോഡിയുടെ തുക 3 ഇൻറ്റു 14. 14നെ 3 കൊണ്ട് ഗുണിച്ചാൽ എത്രയാണ്? 3 4 12 2 ക്യാരിങ് റിമൈൻഡർ 1 ശിഷ്ടം 1 ഒരു 3 3 1 4. നമുക്ക് എന്ത് കിട്ടി? 42 കിട്ടി. ഇതേ ഉത്തരം ആണോ? അതേ ഉത്തരം തന്നെ കിട്ടിയില്ലേ? ഓക്കെ, ഒരു ട്രിക്ക് മനസ്സിലായോ? സംഭവം കണ്ടോ? നമുക്ക് അടുത്തതിലേക്ക് വേണേൽ നോക്കാം. ജോഡിയാക്കട്ടെ. 3ഉം 13ഉം ജോഡിയാക്കി. എത്രയാ? 13 3 16 അല്ലേ? അടുത്തതിനെ ഞാൻ ജോഡിയാക്കുകയാണേ. 5ഉം 11ഉം 11ൻ്റെ കൂടെ 5 കൂട്ടിയാൽ അതും എത്ര തന്നെയാണ്? 16 ആണ്. 9ഉം 7ഉം നടുക്കത്തെ 2 സംഖ്യകൾ അത് കൂട്ടിക്കഴിഞ്ഞാൽ 9ഉം 7ഉം അതും എത്രയാണ്? 16. ആകെ എത്ര ജോഡികൾ? 3 ജോഡികൾ. 3 ഇൻറ്റു ഒരു ജോഡി എത്രയാണ്? ഒരു ജോഡിയുടെ തുക സം ഓഫ് 1 പെയർ 16. 3 ഇൻറ്റു 16 48. കണ്ടോ? ഈവൻ നമ്പർ ആണെങ്കിൽ, അതായത് നമ്പർ ഓഫ് ടൈംസ്, സംഖ്യകളുടെ എണ്ണം ഇരട്ട സംഖ്യയാണെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? അവയെ ജോഡികളാക്കണം. എന്ത് ചെയ്യണം? ജോഡികളാക്കണം. പെയർ ചെയ്യുകയാണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ നേരത്തെ നമ്മൾ ഓഡ് നമ്പർ പറഞ്ഞ പോലെ തന്നെ ഈവൻ നമ്പറിൻ്റെ കേസ് വരുമ്പോൾ നമ്മുടെ മനസ്സിന് ആദ്യം ഉണ്ടായിരിക്കണം എന്ത് ചെയ്യണം? ഇവനെ സം ഓഫ് 4 ടൈംസ്, sum of 6 times, sum of 8 times, sum of 10 times, sum of 12 times, sum of 14 times, sum of 16 times, sum of 20 times എന്നൊക്കെ പറയുകയാണെങ്കിൽ 4 പദങ്ങളുടെ തുക, 6 പദങ്ങളുടെ തുക, 8 പദങ്ങളുടെ തുക, 10 പദങ്ങളുടെ തുക, 12 പദങ്ങളുടെ തുക, 14 പദങ്ങളുടെ തുക, 16 പദങ്ങളുടെ തുക, 20 പദങ്ങളുടെ തുക, 18 പദങ്ങളുടെ തുക എന്നൊക്കെ പറയുകയാണെങ്കിൽ ഈ പറഞ്ഞ നമ്പറുകളൊക്കെ ആരാ? ഇരട്ട സംഖ്യകളാണ് അല്ലേ? ഈവൻ നമ്പേഴ്സാണ്. ഈവൻ നമ്പേഴ്സ് വരുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ വരേണ്ട കാര്യമാണ് ഇവനെ എന്ത് ചെയ്യണം? ജോഡികളാക്കണം. എന്ത് ചെയ്യണം? ജോഡികളാക്കി നമ്മൾ നിർത്തണം. എന്നിട്ട് എന്ത് ചെയ്താൽ മതി? എത്ര ജോഡി ഉണ്ടെന്ന് നോക്കുക. അതിപ്പോൾ എങ്ങനെയാണ് നോക്കുക? അത് എളുപ്പമല്ലേ? 4 ടൈം വന്നപ്പോൾ എത്ര ജോഡികളുണ്ടായിരുന്നു? 2 അല്ലേ? 6 ടൈം വന്നപ്പോൾ എത്ര ജോഡികളുണ്ടായിരുന്നു? 3. നേർപകുതി. 10 സംഖ്യകളുണ്ടെങ്കിൽ എത്ര ജോഡികളുണ്ടാവും? 5. 6 ടേമുകളുണ്ടെങ്കിൽ 3. 12 ടേമുകളുണ്ടെങ്കിലോ? 12 പദങ്ങളുണ്ടെങ്കിൽ എത്ര ജോഡി ഉണ്ടാവും? 6 എണ്ണം ആണോ? 14 എണ്ണം ഉണ്ടെങ്കിലോ? 7 എണ്ണം. 20 എണ്ണം ഉണ്ടെങ്കിലോ? 10 എണ്ണം. സിമ്പിൾ. അതിൻ്റെ പകുതിയായിരിക്കും ഉണ്ടാവുക. എന്നിട്ട് എന്ത് ചെയ്താൽ മതി? നമുക്ക് ഒരു പെയറിൻ്റെ സം അറിഞ്ഞാൽ മതി. ഒരു പെയറിൻ്റെ സം അറിയാൻ പറ്റുമെങ്കിൽ, ഒരു ജോഡിയുടെ തുക അറിയാൻ പറ്റുമെങ്കിൽ അത് ഉപയോഗിച്ച് ജസ്റ്റ് എന്ത് ചെയ്താൽ മതി? മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും. ഒന്നാമത്തെ ചോദ്യം കണ്ടോ? ഒരു പെയറിൻ്റെ തുക നമുക്ക് എത്രയാണെന്ന് കിട്ടിയായിരുന്നു? 10 കിട്ടി അല്ലേ? നമ്മളപ്പോൾ എന്ത് ചെയ്തു? 2 പെയറുണ്ട്. 2 ഇൻറ്റു 10 നമുക്ക് 20 കിട്ടി ആണോ? ഇനി അടുത്ത നോക്കിയേ, എത്ര പെയർ ഉണ്ടായിരുന്നു? 6 ടൈമാണ്. അതുകൊണ്ട് 3 പെയർ. ഒരു പെയറിൻ്റെ സം എത്രയായിരുന്നു? നമുക്ക് 14 എന്നാണ് കിട്ടിയത്. 14 എന്നാണ് കിട്ടിയത്. 3 ഇൻറ്റു 14 ഈസ് ഈക്വൽ ടു 42 ആണോ? ദെൻ അടുത്ത് നോക്കിയേ, അടുത്തതിൽ എത്ര ടൈം ഉണ്ടായിരുന്നു? 6 ടൈം ഉണ്ടായിരുന്നു. അതുകൊണ്ട് എത്ര ജോഡി? 3. 3 ഇൻറ്റു ഒരു പെയറിൻ്റെ സം. ഒരു പെയറിൻ്റെ സം എത്രയാണ്? 16 വിച്ച് ഈസ് ഈക്വൽ ടു 48. മറ്റൊരു കാര്യം കൂടി ഇതിനകത്ത് ശ്രദ്ധിക്കാനുണ്ട്. നോക്കിക്കേ, നടുക്കത്തെ ടേമുകൾ 2 എണ്ണം കൂട്ടിക്കഴിഞ്ഞാൽ കിട്ടുന്ന തുക ഏതാണോ അത് തന്നെയായിരിക്കും അതിനകത്തുള്ള ഏതൊരു പെയറിൻ്റെയും സം. കണ്ടോ? നടുക്കത്തെ 2 ടേം നമുക്ക് ഇവിടെ വന്നിരിക്കുന്നത് ആരൊക്കെയായിരുന്നു? നമ്മുടെ നടുക്കത്തെ ടേം വന്നിരിക്കുന്നത്? നമുക്ക് കളറൊന്ന് മാറ്റി നോക്കാം. നടുക്കത്തെ ടേം വന്നിരുന്നത് 4 6 ആയിരുന്നു. 4 6 കൂട്ടുമ്പോൾ എത്ര കിട്ടി? 10. ബാക്കി ഏതൊരു പെയർ കൂട്ടുമ്പോഴും അല്ലേ 10 തന്നെയാണ് കിട്ടുന്നത്. ഇവിടെ നോക്കിക്കേ, നടുക്കത്തെ 2 ടേമുകൾ ആരൊക്കെയായിരുന്നു?
6ഉം 8ഉമായിരുന്നു. 6ഉം 8ഉം 14. മറ്റേത് ടേമും ഒന്നാമത്തെ അവസാനത്തെയും തൊട്ട് മുന്നത്തെ ലാസ്റ്റ് സെക്കൻഡും ഒക്കെ കൂട്ടിയപ്പോഴും എന്ത് തന്നെ കിട്ടിയേ? 14 തന്നെയാണ് കിട്ടിയത്. ഇവിടെയും അങ്ങനെ തന്നെയല്ലേ? നടുക്കത്തെ രണ്ട് അടുത്തടുത്ത സംഖ്യകൾ, നടുക്ക് വരുന്ന അടുത്തടുത്ത സംഖ്യകൾ കൂട്ടുമ്പോൾ ഏതാണോ സമ്മ കിട്ടുന്നത്, തുക കിട്ടുന്നത്, അത് തന്നെയായിരിക്കും മറ്റ് ഏത് പെയറുകൾ എടുത്ത് കൂട്ടിയാലും കിട്ടുന്നത്. ഓക്കെ, അത് എന്തിനാണ് ഇപ്പോൾ പറഞ്ഞതെന്ന് ഞാൻ പിന്നീട് നിങ്ങൾക്ക് പറഞ്ഞു തരാം. കാരണം നമുക്ക് ആ രീതിയിലുള്ളൊരു ചോദ്യം വരുന്നുണ്ട്. ടെക്സ്റ്റ് ബുക്കിലില്ല, പക്ഷേ പരീക്ഷയ്ക്ക് ചോദിച്ച ഇമ്പോർട്ടൻ്റ് ആയ കുറച്ച് ചോദ്യങ്ങൾ നമ്മൾ ഈ പാഠത്തിന് ശേഷം നമ്മൾ ഡിസ്കസ് ചെയ്യും. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, ആ ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് എന്തായാലും നിങ്ങൾക്ക് ഈ സാധനം ഞാൻ പറഞ്ഞു തരാം. അന്നേരം ഓർമ്മയുണ്ടായിരിക്കണം കേട്ടോ. അപ്പോൾ വ്യാപകം ഉണ്ടാവണമെന്ന്. അപ്പോൾ നമുക്ക് ഇത് പെയർ ചെയ്യുന്ന കാര്യങ്ങൾ മനസ്സിലാവും. അപ്പോൾ ഈവൻ നമ്പേഴ്സ് ആണെങ്കിൽ എന്ത് ചെയ്യണം? ഇരട്ട സംഖ്യയാണ് നമ്പർ ഓഫ് ടൈംസ് എങ്കിൽ പെയർ ചെയ്യുക. പെയർ ചെയ്തിട്ട് എന്ത് ചെയ്താൽ മതി? ഗുണിച്ചാൽ മതി. ഓക്കെ, ആ പെയർ ചെയ്യുക. പെയർ ചെയ്യുമ്പോൾ നമുക്ക് എത്ര നമ്പർ ഉണ്ടോ അതിൻ്റെ പകുതി പെയേഴ്സ് ഉണ്ടാവുക. ഒരു പെയറിൻ്റെ സമ്മ്, ഒരു ജോഡിയുടെ തുകേനെ നേരെ ഗുണിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? അതിൻ്റെ ആൻസർ കിട്ടും. ഓക്കെ, ക്ലിയർ അല്ലേ? ഈ സാധനം പഠിച്ചിട്ട് വേണം അടുത്ത ക്ലാസ്സിലേക്ക് ഇരിക്കാൻ. കാരണം നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞ ഓഡ് നമ്പറിൻ്റെയും ഈവൻ നമ്പറിൻ്റെയും കണക്കുകൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് അടുത്ത എപ്പിസോഡിലായിരിക്കും. അടുത്ത എപ്പിസോഡിൽ നമ്മൾ ഇതിൻ്റെ കണക്കുകൾ നമ്മൾ കൃത്യമായിട്ട് നല്ല അടിപൊളിയായിട്ട് ചെയ്യും. അതിനു മുമ്പ് ഈ സാധനം എന്ത് ചെയ്യണം? സെറ്റായിട്ട് പഠിച്ചു വെക്കണം. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. അടുത്ത വീഡിയോയിൽ മറക്കാണ്ട് കാണണം. ഇനിയിപ്പം ഇടയ്ക്കുന്നൊക്കെ കാണുന്ന ആൾക്കാരാണെങ്കിൽ പോലും എന്ത് ചെയ്യണം? ഇത് കണ്ടു കഴിഞ്ഞിട്ട് നേരെ അടുത്ത വീഡിയോ കാണും കേട്ടോ. എന്നാലേ ഇത് ഉപയോഗിച്ച് എങ്ങനെയാണ് അത് ചെയ്തതെന്ന് നമുക്ക് മനസ്സിലാവുക. ഓക്കെ, ടേക്ക് കെയർ, ബൈ.